പ്രിയരെ, ഇന്നലത്തെ ആ രാത്രി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു രാത്രിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ രക്ഷിച്ചത് ആ വീട്ടിൽ വളർത്തുന്നൊരു നായ തന്നെയായിരുന്നു. ഭൂമിയുടെ അടിയിലേക്ക് എത്ര താഴ്ച, ഒരു 18 കോല് താഴ്ച, ഇത്രയും താഴത്ത് ആ കുഞ്ഞ് വീണ് കിടന്ന് വെള്ളത്തിൽ കിടന്ന് പിടയുന്ന അവസ്ഥ. ആ സമയം ആ വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. പക്ഷെ അവരിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല. പിന്നെ കിണറിലിറങ്ങാൻ വേറെ ആരൊക്കെയോ വന്നു പോയത്ര, രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല പറഞ്ഞ്. പക്ഷെ ആ വീട്ടുകാർക്ക് സമാധാനം കിട്ടുമോ? ഈ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് വളർത്താൻ കൊടുക്കുന്ന ഒരു പയ്യുണ്ട്, അവൻ എറണാകുളത്താണ്. അപ്പോൾ അവൻ എൻ്റെ നമ്പർ കിട്ടിയത് വേറെ ഒന്ന്, നമ്മുടെ വീഡിയോസ് കാണുന്ന വേറൊരു പയ്യൻ്റെ കയ്യിൽ നിന്നാണ്. അങ്ങനെ ഞാൻ മലപ്പുറം വളാഞ്ചേരിയിലാണ് കേട്ടോ. അവിടുത്തെ വേറൊരു നമ്പർ കൊടുത്തു, പക്ഷെ അവരൊന്നും സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ കിണറിൽ വീണ നായയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സമാധാനം പോയിരുന്നു. അപ്ഡേഷൻസൊക്കെ ചോദിച്ചപ്പോൾ ആളതിൽ നീന്തി കളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു സൈഡിൽ കുറച്ച് കാൽ വയ്ക്കാനുള്ളതുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അരമണിക്കൂറത്തെ യാത്ര, എനിക്ക് പോയേ പറ്റൂ. കിണറിൽ വീണൊരു ജീവൻ. കുറേ ട്രൈ ചെയ്തു, നെറ്റ് വെച്ച് പുറത്തുനിന്ന് തന്നെ. ഒടുവിൽ ആൾ നെറ്റിൽ കയറി മേലെ കയറ്റി. പാവം ആകെ തണുത്ത് വിറച്ച്, പേടിച്ച് വിറച്ച്. അവനപ്പം തന്നെ ഞാൻ വാരിയെടുത്ത് മടിയിലിരുത്തിയിട്ട. പാവം, എന്തൊരു സ്നേഹമായിരുന്നു. നമ്മൾ ഇത്രയും താഴത്ത്, എന്താ പറയുക, കിണറിൽ വലിയൊരു കുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥ. അപ്പം ഇത്രയും ഒരു പാവപ്പെട്ടൊരു മിണ്ടാപ്രാണി അവനൊന്നും പറയാൻ കഴിയാതെ അവൻ താഴെ വീണ് കിടന്നൊരവസ്ഥ. അവൻ എത്ര പേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ അവനെ പൊക്കിയെടുത്ത് തുണി കൊണ്ടൊക്കെ തുടച്ചു കുറച്ച്. അപ്പോൾ അവൻ എല്ലാവരും വീട്ടിലുള്ള ആളുകളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തെല്ലാം ഒന്ന് ഓടി. അത് എന്നെ വിളിച്ച പയ്യൻ്റെ അനിയനാണ് കേട്ടോ. ആ വീട്ടിലെ ഇവരൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞാണ് ജാക്ക്. ഒരാൾ കൂടി ഉണ്ട് ഇവളുടെ കൂട്ടുകാരിയായിട്ട്, ഇവൻ്റെ കൂട്ടുകാരി. അവൾ കൂട്ടിലുണ്ട്. പൂച്ചയുടെ പിറകെ ഓടിയതാണ് പാവം. അങ്ങനെ വല ഇട്ടുണ്ടായിരുന്നു, വലയുടെ ഇടയിൽ കൂടെ അങ്ങനെ പോയതാണ്. അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കണ്ടു. ആൾ താഴെ വീണതല്ലേ, മേലെ കയറി വന്നപ്പോൾ എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ടിട്ട് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ എൻ്റെ അരികിലേക്ക് ഓടി വന്നു. 8 കോൽ താഴ്ചയിൽ നിന്നും അവനെ പുറത്തെത്തിച്ചപ്പോൾ അത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ് എൻ്റെ അരികിലേക്ക് ഓടി വന്ന നിമിഷം അവനെ ഞാൻ ഭാര്യയെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ, അവൻ എൻ്റെ മുഖത്ത് സ്നേഹം കൊണ്ട് നക്കി തുടയ്ക്കുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു കേട്ടോ. എന്നോട് എത്ര നന്ദി പറഞ്ഞിട്ടും അവന് മതിയാകുന്നുണ്ടായിരുന്നില്ല. ഓരോ ദിവസം ഓരോ ജീവൻ രക്ഷിക്കുന്ന എനിക്ക് അവനും അവരിൽ ഒരാൾ മാത്രമായിരുന്നു. പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും ഒരു നിമിഷം ആരുമില്ലാതെ ആഴങ്ങളിൽ അവൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ എത്ര പേടിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അവൻ്റെ കുഞ്ഞു മനസ്സ് എത്ര കരഞ്ഞിട്ടുണ്ടാവും. ആ സ്നേഹവും നന്ദിയുമാണ് അവൻ എനിക്ക് തന്നത് കേട്ടോ. ഓരോ ജീവന് വേണ്ടിയുള്ള കർമ്മവും ഓരോ നിയോഗങ്ങളെ